ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്രോഷ്യ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കമൻസ് വരുന്നതിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യണം എന്നും പറഞ്ഞിട്ട്, ക്രോഷ്യയുടെ വീഡിയോകൾ ചെയ്യണം എന്നും പറഞ്ഞിട്ട് കമൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ നമുക്ക് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ ട്രീയിലേക്കൊക്കെ ഇടാനായിട്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാവും. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന മാതിരത്തെ ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് ബോളുകൾ നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇത് 2 ടൈപ്പ് സ്റ്റിച്ചുകളാണ്. ഇത് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കളറൊക്കെ പോയിട്ടുള്ള, അതായത് ഇവിടെ അത് ഹാങ് ചെയ്തിടാനുള്ള ഇത് ഉണ്ടാവണം മുകളിൽ. അങ്ങനെയുള്ള ഏതെങ്കിലും ബോളുകൾ നമുക്ക് എടുക്കാം. അതാവുമ്പോൾ നമ്മളിങ്ങനെ അടുപ്പിച്ചുള്ള സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇതുപോലത്തെ പ്ലെയിൻ നമുക്ക് ആമസോണിൽ മേടിക്കാനായിട്ട് കിട്ടും, ക്ലിയർ ബോളുകൾ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അത് എത്ര എണ്ണം വീതമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ ബോളുകൾ മേടിക്കുമ്പം വേറെ ടൈപ്പിലും ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഇത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലൊരു സാധനമാണ്. മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും അത് മാറ്റി മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ആ ത്രെഡ് മാറ്റിയിട്ട് വേറെ ഡിസൈനിൽ നമുക്ക് ക്രിസ്മസ് ബോളുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെയും മേടിക്കാനായിട്ട് കിട്ടും. അത് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ചല്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്ര റേറ്റേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര ഇഞ്ചിൻ്റെ ആണെന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ മുമ്പ് ഇതിൻ്റെ വലുത് കിട്ടും കേട്ടോ, വലുതും കിട്ടും. ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഇത് ഒട്ടിച്ചിട്ടുള്ള ടൈപ്പ് ഉള്ളതും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതാണ് റേറ്റ് വൈസ് ഓക്കെ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഇന്ന് ഞാനിപ്പം ഇത് ഒരു മീഡിയം സൈസ് ബോളാണ്. ഇതിലാണ് നമ്മളുടെ എങ്ങനെയാണ് ഇതിന് കവർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വാ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും കളറ് കോട്ടൻ്റെ യാണുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ചില കളറുകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കളറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒപ്പം ഇതിൻ്റെ ഒപ്പം വൈറ്റും കൂടി ഉണ്ട്, വൈറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന നീഡിൽ 4.5 mm നീഡിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിസേഴ്സും വേണം നമുക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഈ കോട്ടൻ്റെ ത്രെഡുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ ഞാൻ മുമ്പത്തെ എൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കോട്ടൻ്റെ ത്രെഡുകൾ എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങളൊന്ന് ത്രെഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മാജിക് സർക്കിൾ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു മാജിക് സർക്കിൾ ഇട്ടു. ഇനി അതിൽ ചെയിൻ 1 ചെയ്തിട്ട് അതിനെ ഒന്ന് സെക്യൂർ ആക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 10 or 12 അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പം നമുക്ക് വലിപ്പം കൂടുതലുള്ള ബോളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 12 എണ്ണോ 15 എണ്ണോ എത്ര എണ്ണം വീതമാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് അതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇപ്പം ഞാൻ ഇതിനകത്തൊരു 10 എണ്ണമാണ് ചെയ്യുന്നത്. ഈ ഒരു മീഡിയം സൈസ് ബോളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? 2 അധികം ടൈറ്റായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. 3 4 5 6 7 8 9 10.
ഇനി ഒന്ന് എണ്ണി നോക്കുക ഇത് കറക്റ്റ് 10 എണ്ണം തന്നെ ഇല്ലേ എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 10 ഇനി നമുക്കിതൊന്ന് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ നമ്മൾ ചെയ്ത ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ത്രെഡ് പിടിച്ച് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് കൂട്ടിവിടാം കേട്ടോ. കൂടുതൽ എണ്ണം ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ചെയിൻ 1 ചെയ്യാം. ആ സെയിം ഗ്യാപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ വെച്ച് അടുത്ത റൗണ്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ ആദ്യത്തെ റൗണ്ട് തീർന്നു. സെക്കൻഡ് റൗണ്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ആ സെയിം ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്തു. നിങ്ങൾക്ക് അടയാളപ്പെടുത്തണമെങ്കിൽ ഇതേ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ ചെയ്തതിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് നമുക്ക് അടയാളം വയ്ക്കാം. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. അങ്ങനെ 10 എണ്ണത്തിലും 2 എണ്ണം വീതം ചെയ്യുക. അപ്പോൾ ഔട്ടർ ലെയറിൽ നമുക്ക് 20 സിംഗിൾ ക്രോഷ്യോ കിട്ടും. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 ലാസ്റ്റ് വരെ എത്തി. നമ്മളൊന്ന് എണ്ണി നോക്കുക 20 എണ്ണം ഇല്ലേ എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 എണ്ണമായി. ഇനി നമുക്ക് നമ്മളുടെ ഈ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യോ ചെയ്തതിലോട്ട് നമ്മൾ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ലെയർ വേറെ കളർ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കളർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ വൈറ്റ് ത്രെഡ് ഞാൻ ഇത് ചെയ്ത് തീരുന്നത് വരെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ത്രെഡ് നമ്മൾ ഇടയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അതിന് പകരം ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. ഇതിന് വേറെ കളറ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കനം കുറഞ്ഞ റെഡിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് കനം കുറവായതുകൊണ്ടാണ് ഞാൻ 2 ലെയർ ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കനമുള്ള അത്യാവശ്യം ഇതിൻ്റെ തന്നെ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലെയർ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതിയാവും. നമ്മൾ കുറച്ച് നീളത്തിൽ ഈ ത്രെഡിനെ ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ ഈ ത്രെഡിൻ്റെ ഈ നീഡിലിനെ ഇതിലെ കയറ്റി ഈ റെഡ് ത്രെഡാണ് നമ്മൾ ഇതിലെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഈ ബാക്കിലുള്ള ഈ വൈറ്റ് ത്രെഡിനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. കണ്ടോ? നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഈ റെഡ് ത്രെഡിനെ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ഓക്കെ, ഈ 2 ത്രെഡും പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ഈ ചെയ്ത ഇതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 20 സ്റ്റിച്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതേ 20 സ്റ്റിച്ച് തന്നെയാണ് ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 1 2 3 4. ഇതിപ്പം നമ്മളൊരു മീഡിയം സൈസ് ബോളിന് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. വലുപ്പമുള്ള ബോളിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ ചെയിൻ ഇട്ടിട്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2
സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സെയിം സ്റ്റിച്ച് തന്നെയാണ് റെഡ് വെച്ച് ചെയ്യുന്നത്. പിന്നെ ഇത് ഡബിൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഇതിനെ കഴിഞ്ഞും വലിപ്പം വരും. ഈ 2 സ്റ്റിച്ചും കൂടിയാണ് ബാക്കിയുള്ളത്. 1 2 എണ്ണ. ഇനി നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സിംഗിൾ ക്രോഷ്യോയിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഇതുപോലെ ഒരു ഇതായി. ഈ റെഡിൻ്റെ തന്നെ ഒരു ലെയറും കൂടി നമ്മൾ ചെയ്യണം. അപ്പം ഇവിടെ തന്നെ നമ്മൾ അടുത്ത ലെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതേ സ്പേസിൽ തന്നെയാണ് ഞാനൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ലെയർ തുടങ്ങുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വൈറ്റ് ത്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതിനെ ഇങ്ങനെ വിട്ടേക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് വരാനായിട്ട് തുടങ്ങി, ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് പോലെ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുക. ഇതാണ് നമ്മളുടെ നല്ല ഭാഗമായിട്ട് വരുന്നത്. ഇതിനെ നമ്മളൊന്ന് വെച്ചിട്ട് നമ്മുടെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുക. അത് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇത് നമ്മൾ 2 ലെയർ ചെയ്തു, റെഡ് നമ്മൾ 2 ലെയർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ വൈറ്റ് തന്നെയാണ്. വൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ എടുക്കുകയോ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ വൈറ്റ് തന്നെ എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. വൈറ്റ് എടുത്തു നമ്മൾ. നമുക്ക് ഇപ്പോൾ റെഡ് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. റെഡ് നമുക്കൊരു കുറച്ച് നീളത്തിലിട്ടിട്ട് നമുക്ക് റെഡിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് റെഡ് രണ്ടാമതൊരു ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം എടുക്കാം. റെഡിനെ നമ്മളവിടെ വിട്ടിട്ട് ഈ വൈറ്റിനെ നമ്മൾ എടുക്കുക. വൈറ്റിനെ എടുത്തിട്ട് ഇനി നമുക്ക് നമ്മളുടെ ഈ വൈറ്റ് ത്രെഡ് ഒന്ന് വലിച്ചെടുക്കാം. വൈറ്റിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുക ചെയ്ത് ചെയിൻ 1 ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കരുത് കേട്ടോ. ഇവിടെ ഇതിനൊരു ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഇനി അവിടെ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യാം. 1 ഇതിലെല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് പോവാം. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ വലിപ്പമുള്ള ബോളാണ് എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നതിന് പകരം സിംഗിൾ ക്രോഷ്യോ ചെയിൻ 1 അതുപോലെയുള്ള രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തു പോകുന്നത്. 20 എണ്ണമാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. 12 എണ്ണം വെച്ച് നമ്മൾ തുടക്കത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 24 സ്റ്റിച്ചാണ് വരിക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. സിംഗിൾ ക്രോഷ്യോ മാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ അറ്റം വരെ നമ്മൾ എത്തിച്ചു. ഈ വൈറ്റ് ത്രെഡിനെ നമ്മൾ വിടുക താഴോട്ട്. അടുത്തത് നമുക്ക് ഏത് കളറാണ് ആഡ് ചെയ്യാനായിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ കളർ നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രീന് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലെ കയറ്റി നമ്മളിതാ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ വൈറ്റ് പിടിച്ചിട്ട് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്യണം.
ഗ്രീനും ടൈറ്റ് ചെയ്യുക, എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇവിടെ പിടിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വിടുക കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത അതേ സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് ചെയ്ത് ജോയിൻ ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ കയറി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു കണ്ടോ. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ചെയ്യാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ ഈ അറ്റം വരെ എത്തിക്കും. ഇതിപ്പോൾ നമ്മളുടെ ഗ്രീനിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, സെക്കൻഡ് ലെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചത് ഇതിലേക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇതിങ്ങനെ കറക്റ്റായി ഇതിങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. ഇതിപ്പോൾ ഏത് കളറൊക്കെ ഇടണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടം കേട്ടോ. വൈറ്റും റെഡും മാത്രം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗ്രീനും വൈറ്റും മാത്രം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഗോൾഡൻ ഉണ്ടെങ്കിൽ ഗോൾഡൻ കളർ ഇട്ടിട്ട് ത്രെഡ് ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഏത് കളർ തീമിലാണ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഗ്രീനിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഏകദേശം തീർന്നു. നമ്മൾ ഇനി അടുത്ത കളർ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത കളർ ആഡ് ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ വൈറ്റ് ആണ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ അതിന് പകരം ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറ് ആഡ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ഗ്രീനിൻ്റെ ഇത് നമ്മൾ പിടിച്ച്, ഞാൻ ഗ്രീനിൻ്റെ ത്രെഡ് ഞാൻ കട്ട് ചെയ്തേ, ത്രെഡ് കട്ട് ചെയ്തത് നമ്മളൊന്ന് പിടിച്ചിട്ട് നന്നായിട്ട് ഗ്രീനിൻ്റെ ത്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ നന്നായി പിടിച്ച് ഇങ്ങനെ ടൈറ്റാക്കി വിടുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇനി ചില ആൾക്കാർക്ക് ഇത്ര അടുപ്പിച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിംഗിൾ ക്രോഷ്യോയ്ക്ക് പകരം ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുമ്പം ഇതിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തണം. ഇപ്പോൾ 10 എണ്ണം ചെയ്തെന്നുള്ളത് ചിലപ്പോൾ ഒരു 8 എണ്ണം ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര വലിപ്പം വരും. ഒരു മീഡിയം സൈസ് ബോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ബോളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് ഒരെണ്ണം നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് വലുപ്പത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഇനി ഒരു 2 റൗണ്ട് ഞാൻ ഈ കളർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതും ഞാൻ ഡബിൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ത്രെഡ്. ഇപ്പോൾ നമ്മളുടെ ഈ ബ്രൗൺ ഷെയ്ഡ് 2 ലെയർ ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇനി നമ്മളുടെ ഈ ബോളൊന്ന് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുക. ഒന്ന് നോക്കിയിട്ട് അതിനി എന്തോരമൊക്കെ മുകളിലോട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. അപ്പം ഈ ബോളിനെ നമ്മൾ ഒന്ന് അധികം ബലം പിടിക്കണ്ട, പ്ലാസ്റ്റിക്കാണ് കണ്ടോ. ഇത് മുകളിലോട്ട് എത്തിയിട്ടില്ല, ഇവിടെ വരെ വരണം. അപ്പോൾ നമുക്കിനി അടുത്ത ലെയർ ചെയ്യാം. കണ്ടോ ഇതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. നമ്മളത് എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കളർ ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അടുത്ത കളറ് ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് നന്നായി വലിച്ച് ടൈറ്റാക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ എടുത്തു, ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യോയിൽ എടുത്തിട്ട് നമ്മൾ റെഡ് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഈ 2 ത്രെഡും, ഈ ഗോൾഡൻ്റെ ത്രെഡ് ഈ റെഡിൻ്റെ നമ്മൾ അടിയിൽ പിടിച്ച് രണ്ടും ടൈറ്റ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ രണ്ടും നല്ലതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഈ 2 ത്രെഡിൻ്റെ കാര്യമാണ് ഈ ടൈറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഈ 2 ത്രെഡ്, അതിൻ്റെ ഉള്ളിലൊക്കെ ത്രെഡ് ഉണ്ട്, നമുക്കത് ശരിയാക്കി എടുക്കാം. ഇത് ഇങ്ങനെ പിടിച്ച് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്ത് തുടങ്ങുക. സിംഗിൾ ക്രോഷ്യോ എല്ലാ 2 ലെയറും നമ്മളിതുപോലെ എല്ലാ സ്റ്റിച്ചിൽ കൂടെയും സിംഗിൾ ക്രോഷ്യോ ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ റെഡ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗ്രീനും കൂടി 2 ലെയർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വൈറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രീനിൻ്റെ ത്രെഡിനെ കുറച്ച് നീട്ടിയിട്ടിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വൈറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിനെ പയ്യെ നമ്മൾ എടുക്കുക. പയ്യെ നമ്മൾ എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മളിത് അറ്റാച്ച് ചെയ്യണതിന് മുൻപ് ഈ ത്രെഡുകളെല്ലാം നമുക്ക് കെട്ടി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ഇവിടെ തുടങ്ങി വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വൈറ്റിൻ്റെ ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലെടുത്ത് ഒരുപാട് വലിക്കരുത്. ഈ ഗ്രീനിൻ്റെ ത്രെഡ് നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനെ വലിച്ചു വയ്ക്കുക. ജസ്റ്റ് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് സെക്യൂർ ആക്കി വെക്കുക. കാരണം അതൊനി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു വലുപ്പത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ ബോൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇത് കറക്റ്റ് സൈസാണോ എന്നുള്ളത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ കിടക്കുന്ന ത്രെഡുകളെല്ലാം നമുക്ക് കട്ട് എടുക്കുകയൊക്കെ ചെയ്യണ്ടേ. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഞാനിതിവിടെ ഇങ്ങനെ വെക്കുകയാണ് താഴെ. എന്നിട്ട് ആദ്യത്തെ 2 ഈ വൈറ്റ് ത്രെഡിനെ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ആക്കാം, ലാസ്റ്റ് കെട്ടിയിടാം കേട്ടോ. ഇത് നമുക്കിതാ ഈ വൈറ്റ് 2 ത്രെഡും ഇതും കണ്ടോ, ഈ 2 ത്രെഡുകളും ഈ വൈറ്റ് ഇതിൽ കയറി പോന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടിടുക. കാരണം ഇത് നമ്മൾ ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് നീഡിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് ആരും കാണാതെ കയറ്റി വിടണം അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ടൈറ്റ് ആക്കരുത് കെട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു 2 കെട്ടൊന്നിടുക, അത് ഊരിപ്പോകാത്ത മാതിരി. എന്നിട്ട് നമുക്കതിനെ വെട്ടിയെടുക്കാം കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ട്. അടുത്ത ലെയർ ഈ വൈറ്റ് നമ്മളിങ്ങനെ കയറ്റി മുകളിലോട്ട് കൊണ്ടുപോയേക്കാം. ഇവിടെ വൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ വൈറ്റിന് ഈ ഗ്രീന് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വൈറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മാക്സിമം കളർ ഇട്ട് കാണിച്ച് തന്നേ ഉള്ളൂ. ഈ ഗ്രീനിൻ്റെ 2 ത്രെഡും എടുത്തു. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കെട്ടിടുകയാണ് അവിടെ. ഒരുപാട് വലിക്കരുത്. രണ്ടാമത്തെ കെട്ട് നമ്മൾ ടൈറ്റാക്കുക കണ്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മൂന്നാമത്തെ കളർ ഏതായിരുന്നു? ഈ ബ്രൗൺ കളറായിരുന്നു. അതിൻ്റെ 2 ത്രെഡ് നമ്മൾ എടുക്കുക. ഇത് തമ്മിൽ കെട്ടിടുക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇതിൻ്റെ ത്രെഡാണ്. ഇതും നമ്മളിതാ ഇതുപോലെ തന്നെ കെട്ടിട്ടിട്ട് ഈ ഗ്രീൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇനി നമ്മളിതിനെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ. സോറി, ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ഈ ഒരു ത്രെഡ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ എല്ലാ വർക്കിലും നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ നീഡിലിൻ്റെ ഇതിങ്ങനെ ഉള്ളിലോട്ട് കയറ്റിയിട്ട്
നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ കയറ്റി വിടുക. അത് അഴിഞ്ഞു വരാത്ത മാതിരി നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും നമുക്ക് ടൈറ്റാക്കിയിട്ട് ഇത് മാക്സിമം ഇതിൻ്റെ ഉള്ളിലുള്ള ഒട്ടും ഗ്യാപ്പ് കാണാത്ത മാതിരി നമ്മൾ ടൈറ്റാക്കിയിട്ട് നമ്മൾ അതും കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ നമുക്ക് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. കണ്ടോ, നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ഈ ബോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇനി ഈ ബോൾ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി നമ്മൾ തയ്ക്കുന്നത്. ഇത് കണ്ടല്ലോ, ഈ ബോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പാകമായിട്ട് ഇരുന്നു. ഇനി നമ്മൾ ബാക്കി വൈറ്റ് ഇനി നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ് ഇട്ട് ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ അടുത്തൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നത് കേട്ടോ. ഇനി എല്ലാത്തിലും കൂടെയും നമുക്ക് വൈറ്റിൻ്റെ ഒരു സിംഗിൾ ക്രോഷ്യോ ഈ ബോൾ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തു വരാം. അതേ സിംഗിൾ ക്രോഷ്യോ തന്നെ നമ്മൾ ഒരു റൗണ്ട് ചെയ്തു വന്നു. ഇനി ഇതിൻ്റെ വായ് ഭാഗം എങ്ങനെയാണ് അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ ഒരു ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ആദ്യം ഒരെണ്ണത്തിൽ കൂടെ നമ്മൾ ഇത് ചെയ്തെടുത്തു. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തു. അടുത്തതിൽ നമ്മൾ 1 2 രണ്ടെണ്ണത്തിൽ കൂടെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. 1 2 ഇങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രെഡ് ഒരുപാട് ലൂസായി പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് നീളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിക്രീസിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടില്ല. ഇതുപോലെ അവസാനം വരെ നമ്മൾ ചെയ്തെടുക്കുക. ഇത് ലാസ്റ്റ് വരെ എത്തി. നമ്മൾ ഡിക്രീസ് ചെയ്തെടുത്തതിന് ശേഷം ത്രെഡിനെ കുറച്ച് നീളത്തിലിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി ബാക്കി നമുക്ക് ഇവിടെയും ജോയിൻ ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ കൂടി നമ്മൾ ഡിക്രീസ് ചെയ്തപ്പം ഇനി ഈ ത്രെഡിനെ നമ്മൾ ഈ നീഡിലിൽ കോർക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഇതിൽ കൂടെ മാത്രം ഇങ്ങനെ കോർത്തെടുക്കുക. ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഈ ത്രെഡ് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ടൈറ്റായി. ഒന്നും കൂടി നമ്മളിങ്ങനെ കോർത്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ബാക്കി വരുന്ന ഈ വൈറ്റ് ത്രെഡിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നമുക്കിങ്ങനെ കോർത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് ഒരുപാട് ആ സ്റ്റിച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന മാതിരി ആവാതെ നോക്കിയാൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഗം ഇട്ടിട്ട് നമുക്ക് അതിനെ സെക്യൂർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടോ, നമുക്ക് എന്താണ് ചെയ്യുക, ഇവിടെ നമുക്ക് റിബൺ കെട്ടിയിടാൻ വേണമെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ത്രെഡ് തന്നെ വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം നമുക്ക് ബോകൾ വെക്കാം, നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റാർ വേണമെങ്കിൽ ഗോൾഡൻ ഷേപ്പിൽ വെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഹാങ്ങിങ്ങിൻ്റെ ഇവിടെ നമുക്ക് ഗ്ലൂ ഗം വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിനെങ്ങനെ ഇന്ന ഓർഡറൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഇപ്പോൾ കളറൊക്കെ പോയിട്ടുള്ള ഇതുപോലെയുള്ള ഡെക്കറേഷൻ ബോളുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ എന്താണ് പറയുക,
ഒരു പുതിയ ജീവൻ കൊടുത്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ക്രോഷ്യോ ഒക്കെ അതിൻ്റെ പുറത്തൊക്കെ ചെയ്യുക. പിന്നെ ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ളത് ചെയ്യുമ്പം അതിൽ വല്ല കളർ പോയി ഇരിക്കുന്നതോ അങ്ങനത്തെ ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഗമ്മ വെച്ച് ഒട്ടിക്കാൻ പറ്റുന്ന മാതിരിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും, ആമസോണിൽ നോക്കിയാൽ മതി. അപ്പം അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത്, ഇതിനിപ്പോൾ ഓൾറെഡി ഉണ്ട് ഇവിടെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന മാതിരി ഒരു ലൂപ്പ് ഉണ്ട്. ഇനി അതല്ല കുറച്ചും കൂടി കളർഫുള്ളായിട്ട് ഗോൾഡൻ കളറിൽ സിൽവർ കളറിലൊക്കെ കിട്ടും. അത് നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്മസ് ഓർണമെൻറ്റ്സിൻ്റെ കൂടുതൽ വീഡിയോകൾ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷനും നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എനിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം കുട്ടികളുടെ ഫ്രോക്ക് പിന്നെ എന്താണ് വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിടാവോ ചേച്ചി ഇതിടാവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആകാറായില്ലേ, അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും നേരത്തെ ഇങ്ങനത്തെ വീഡിയോകൾ ഇട്ട് തുടങ്ങിയാലേ നിങ്ങൾക്ക് ത്രെഡ് മേടിച്ച് ഇത് ഉണ്ടാക്കി അതിൽ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ നോക്കുക. ഇത് പ്ലെയിൻ കളറുകളിലും ചെയ്യാം കേട്ടോ. ഒറ്റ കളറ് ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഗോൾഡൻ ത്രെഡുകൾ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പേസ്റ്റൽ ഷെയ്ഡ്സിൽ ചെയ്തെടുക്കാം. പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, ഇടയിൽ ഗോൾഡൻ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അതല്ലാതെ ടേബിൾ ഡെക്കറേഷനുകളിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബോളുകൾ മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിയിൽ ബേസ് ഇടുന്ന സിംഗിൾ ക്രോഷ്യോ ഒന്ന് കൂട്ടി ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുക. ഗ്രാജുവലി നമ്മൾ റൗണ്ടിന് ഇത് കൂട്ടത്തില്ലേ, അതായത് 6, 12, അങ്ങനെ കൂട്ടി വരില്ലേ, അതുമാതിരി 2, 1, 2, 1, 1, 2, 1, 1, 1 എന്നുള്ള രീതിയിൽ നമ്മൾ പയ്യെ ആ റൗണ്ട് കൂട്ടി നോക്കുക. എന്നിട്ട് ആ ബോൾ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഏത് ബോളിൻ്റെ സൈസിനാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ പാറ്റേൺ വളരെ ഈസിയാണ്. സിംഗിൾ ക്രോഷ്യോ മാത്രം അറിഞ്ഞാൽ മതി. 8 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ഒക്കെ ബോളുകൾ നമുക്ക് ഇഷ്ടം പോലെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്യുക ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.